മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാവിലെ തന്റെ മകൻ ഹരിയെയും രോഹിതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി വന്ന ശിവശങ്കര മേനോൻ നേരെ മനുവിനെയും കൂട്ടിയിട്ട് ബാലചന്ദ്രന്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടേക്ക് എത്തിയ ശിവശങ്കര മേനോൻ ബാലചന്ദ്രനെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ബാലചന്ദ്ര, ഇപ്പോൾ അസുഖമൊക്കെ എന്തൊക്കെയുണ്ട്, ഇപ്പൊ കുറവുണ്ടോ? ബാലചന്ദ്ര മേനോൻ വല്ലാത്തൊരു മട്ടിൽ മറുപടി നൽകി. ഹാ, എന്ത് പറയാനാ ശിവേട്ട, കാര്യങ്ങളൊക്കെ ഇപ്പൊ ശിവേട്ടനും അറിഞ്ഞു കാണുമല്ലോ. ശിവേട്ടൻ പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞു, പക്ഷേ ഇതിനൊരു പരിഹാരം വേണ്ടേ ബാലചന്ദ്ര? അവരെന്ത് തെറ്റ് ചെയ്താലും ശരി, അത് നമ്മുടെ മക്കളല്ലാതാവോ? അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കേണ്ടേ? ഇത് കേട്ട ബാലചന്ദ്ര മേനോൻ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം, അത്രയുള്ളൂ, അതാണ് എൻ്റെ തീരുമാനം. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറയും. ശിവശങ്കര മേനോൻ അമ്പരപ്പോട് ചോദിച്ചു, എന്താ ബാലചന്ദ്ര നീ ഈ പറയുന്നത്? കുറ്റം ചെയ്താലും അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിനു പകരം ശിക്ഷിക്കണമെന്നാണോ നീ ഈ പറയുന്നത്? ബാലചന്ദ്രൻ ഒരു പുച്ഛത്തോടുകൂടി തന്നെ മറുപടി നൽകി. എവിടെ പോയാലും കുറ്റം ചെയ്തവർ രക്ഷപ്പെടും, ബാക്കിയുള്ളവരൊക്കെ ശിക്ഷിക്കപ്പെടും, അതാണല്ലോ പതിവ്. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ. അപ്പോൾ കുറ്റം ചെയ്തവർ ഇവിടെ കടന്ന് നിരകിക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ടല്ലേ? വൈജയന്തിയുടെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായ ശിവശങ്കര മേനോൻ പിന്നെ ഒന്നും പറയാനാവാതെ തലകുനിച്ച് നിന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്കതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാൻ നേരമില്ല, എങ്ങനെയെങ്കിലും ആ പിള്ളേരെ പുറത്തിറക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ബാലചന്ദ്രൻ മേനോൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ മനു ഇടപെട്ടു. അങ്കിളെ, നിങ്ങളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തർക്കിക്കാൻ നിന്നതാണോ അതോ മക്കളെ ഇറക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. ഇങ്ങനെ തർക്കിച്ച് നിന്നാൽ അവരെ നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. മനുവിനോട് ബാലചന്ദ്രൻ മേനോൻ സ്നേഹത്തോടെ പറയുന്നുണ്ട്. മോനെ മനു, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നിന്റെ അച്ഛൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഒരു പെൺകുട്ടിയെ ആരും കാണാതെ പിച്ച് ചീന്തിട്ട് അകത്ത് കിടക്കുന്ന അവന്മാരെ ചെന്ന് പുറത്തിറക്കണമെന്നാണോ? അതിന് ഈ ബാലചന്ദ്രനെ കിട്ടില്ല. വീണ്ടും ശിവശങ്കര മേനോൻ കലിപ്പിൽ തന്നെ പറഞ്ഞു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം, ആ അലീന ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. സമാധാനത്തിൽ ജീവിച്ചിരുന്ന വൈജയന്തിയും നീയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതുപോലും അവൾ കാരണമാണ്. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, അവൾ വന്നതിന് ശേഷമല്ലേ വൈജയന്തിയുടെ സ്വഭാവമൊക്കെ മാറിയത്. ബിസിനസ്സും ജ്വല്ലറിയൊക്കെ നോക്കി നടന്ന നിനക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നതും ആരോഗ്യത്തിലുണ്ടായ ഈ വിടവും എല്ലാം തന്നെ അവൾ വന്നതിന് ശേഷമല്ലേ? രോഹിത്തും ഹരിയും തമ്മിലുള്ള തല്ലുമൊക്കെ തുടങ്ങിയത് അവൾ വന്നപ്പോഴാണ്. ഇതെല്ലാം തന്നെ അലീന പുറത്തുനിന്ന് കേട്ടിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ആ ശിവേട്ടൻ പറഞ്ഞത് ശരിയാണ്, അലീന വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല, ഇതെല്ലാം അണഞ്ഞു കിടന്നിരുന്ന കനലുകളായിരുന്നു. എന്നെ കബളിപ്പിച്ച് 22 വർഷം അവൾ കൂടെ താമസിപ്പിച്ചു. ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത് അലീനയാണ്. അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ഒരു വിഡ്ഢിവേഷം കെട്ടി നടന്നേനെ എന്ന് പറയും. നിങ്ങളുടെ അനിയത്തിയുടെ പഴയ ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞത് അവൾ കാരണമാണ്. അതൊക്കെ തെറ്റാണോ? ബാലചന്ദ്രൻ തുടർന്നു. ഒരു കാര്യം കൂടി പറയാൻ ശിവേട്ടാ, നിങ്ങളുടെ മകനും രോഹിത്തും ചേർന്നുകൊണ്ട് ആ പാവം പെൺകുട്ടിയെ കൊല്ലാൻ നോക്കിയപ്പോഴാണ് അലീന തൻ്റെ വയറ്റിൽ ആ ഒരു കത്രിക വെച്ച് കുത്തിയത്. ആ വിവരം ശിവേട്ടനെങ്ങാനും അറിഞ്ഞോ? ഇത് കേട്ടപ്പോൾ ശിവേട്ടൻ ശരിക്കും അങ്ങ് ഷോക്കേറ്റതുപോലെയായി. അത് നിങ്ങളുടെ മകൻ ഹരി കാരണമാണ്. അന്ന് അവൾ പോലീസുകാരോടൊന്നും പറഞ്ഞില്ല, അബദ്ധത്തിൽ തനിയെ വീണപ്പോൾ കത്രിക വയറ്റിൽ കയറിയതാണെന്ന് പറഞ്ഞു. നിങ്ങളെയൊക്കെ രക്ഷിച്ചു. എന്നിട്ടും ഇപ്പോൾ കുറ്റം അവൾക്കായല്ലേ? ശിവശങ്കര മേനോൻ ഉത്തരം മുട്ടിച്ച് അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് ഇനി ഒരു ഗുണമില്ലെന്ന് കണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടെ വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് ശിവേട്ടനെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു, അയ്യോ ശിവേട്ട, നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എനിക്ക് ആകെ വെപ്രാളമായി. ഫോണാണെങ്കിൽ ഓഫ് വെച്ചിരിക്കുകയാണ്. നാണക്കേട് കാരണം ആരെയും വിളിക്കാനും വയ്യ. എന്തായി സ്റ്റേഷനിലെ കാര്യം? എൻ്റെ മോനും ഹരിയുമൊക്കെ അവിടെ തന്നെയുണ്ടോ? വല്ലതും അറിഞ്ഞോ? ശിവൻ പറയുന്നുണ്ട്, വൈജയെ, അവന്മാർ ചെയ്ത തെറ്റിൻ്റെ വലുപ്പം നിനക്കറിയില്ലേ? ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കിയതിനാണ് അവരകത്തായത്. വൈജയന്തി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ശിവേട്ട, അവർ നമ്മുടെ മക്കളല്ലേ. അവർ ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ശിവേട്ടൻ പറഞ്ഞിട്ട് ഉടനെയൊന്നും അവരെ പുറത്തിറക്കാനൊന്നും പറ്റില്ല വൈജയെ. വലിയ കേസാണ്. നാട്ടുകാരും പാർട്ടിക്കാരൊക്കെ നമുക്കെതിരായിരിക്കും. വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജയിലിൽ പോയപ്പോൾ രോഹിത്തിനെ കണ്ടോ എന്ന്? അവനെ പോലീസ് തല്ലിയോ? ശിവേട്ടൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, തല്ലാതിരിക്കോ വൈജയെ? അത്ര വലിയ തെറ്റല്ലേ അവരൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. രോഹിത് ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ആരോടും അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കാകെ പേടിയായി. വൈജയന്തി പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യുക ശിവേട്ട? എനിക്കത് ആലോചിച്ചിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ശിവേട്ടൻ അവളെ സമാധാനിപ്പിച്ചു. നീ ടെൻഷൻ അടിക്കാതെ വൈജയെ, ആരോഗ്യം നോക്ക്. നീ എത്ര കാലം ഇങ്ങനെ ഈ ഒരു കിടപ്പ് കിടക്കും? നിനക്ക് വീട്ടിലേക്കൊന്നും പോവണ്ടേ? വൈജയന്തി പറഞ്ഞു, കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ കിടക്കാം, മനസ്സൊന്ന് ശാന്തമാവട്ടെ. പക്ഷേ വൈജയന്തി ഒന്നും തോറ്റു കൊടുക്കുന്നില്ല. ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും ശിവേട്ട. നമുക്ക് പണം കൊടുത്ത് അവരെ ഇറക്കാം.
10-20 ലക്ഷം എത്ര വേണമെങ്കിലും കൊടുക്കാം. ശിവൻ നിസ്സഹായനായി പറഞ്ഞു. പണം കൊടുത്താൽ ഇറക്കുന്ന കേസാണെങ്കിൽ ഞാൻ എപ്പോഴേ അത് ചെയ്തേനേ വൈജേ. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പണമല്ല വേണ്ടത്, നീതിയാണ് വേണ്ടത്. ഇനി കോടതിയിൽ കാണാമെന്നും പറഞ്ഞാണ് അവരവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇതിനിടയിൽ അലീന ശരണ്യെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്കെത്തി. നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് അലീനയെ അടിച്ചോടിക്കാൻ നോക്കിയെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറാണ് അവളെ വന്ന് രക്ഷിച്ചത്. അലീന വിടാതെ ശരണ്യെ കണ്ട് സംസാരിച്ചു. മോളെ, നിന്നെ ഉപദ്രവിച്ചത് ശിക്ഷിക്കപ്പെടണം. പക്ഷേ ആ 4 പേരിൽ ഒരാൾ നിന്നെ തൊട്ടിട്ട് പോലുമില്ല എന്ന് നീ തന്നെ പറയുന്നുണ്ടല്ലോ. ആ സത്യം നിനക്ക് കോടതിയിൽ പറഞ്ഞൂടെ? തെറ്റ് ചെയ്യാതെ ഒരാൾ എന്തിനു ശിക്ഷിക്കപ്പെടണം? ബാക്കി 3 പേർക്കും കിട്ടാവുന്നതിൽ വെച്ച് വലിയ ശിക്ഷ തന്നെ നീ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ ഒരാളെ രക്ഷിക്കേണ്ടേ? ശരണ്യ സങ്കടത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. ചേച്ചി, എനിക്കെങ്ങനെ കോടതിയിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും? ആളുകളുടെ നോട്ടം എനിക്ക് സഹിക്കാൻ പറ്റില്ല. നാട്ടുകാർ ഞങ്ങളെ പരിഹസിക്കുകയാണ്. അലീന പറയുന്നുണ്ട്. ഭയപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല ശരണ്യെ. നീ സത്യം തുറന്നു പറയണം. അത് കേട്ട് ശരണ്യ കോടതിയിലെത്തി. ഹരി അവളെ കണ്ടപ്പോൾ ദേഷ്യത്തോടു കൂടെ തന്നെ മനസ്സിൽ കരുതി, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന്. കോടതിയിൽ ശരണ്യ പറഞ്ഞു, 4 പേരിൽ 3 പേര് മാത്രമാണ് എന്നെ ഉപദ്രവിച്ചത്. ഒരാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, തൊട്ടിട്ട് പോലുമില്ല. വക്കീൽ ചോദിച്ചു, ആരാണത് എന്ന്? സത്യം പറ, ആരാണത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശരണ്യ ഓരോരുത്തരെയും നോക്കി അവസാനം രോഹിത്തിനെ ചൂണ്ടി പറഞ്ഞു, അയാളാണ്. അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. കോടതി രോഹിത്തിനെ വെറുതെ വിട്ടയച്ചു. രോഹിത്ത് കൈകൂപ്പിക്കൊടുത്തിട്ട് ശരണ്യയോട് നന്ദി പറഞ്ഞു. ശരണ്യ പറയുന്നുണ്ട്, നന്ദി പറയേണ്ടത് എന്നോടല്ല, അലീന ചേച്ചിയോടാണ് നീ നന്ദി പറയേണ്ടത് എന്ന് പറയും. ചേച്ചി കാരണമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇല്ല എങ്കിൽ ഞാൻ എന്നെ മരിച്ചേനെ എന്ന് പറയും. എത്രയോ വട്ടം ആ ചേച്ചി നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഉപദ്രവം സഹിച്ചിട്ടാണ് എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. നീ പോയി ചേച്ചിയോട് മാപ്പ് പറയും. രോഹിത്ത് ആകെ സങ്കടമായിരുന്നു. അലീന ചേച്ചിയെ താൻ എത്രമാത്രം ദ്രോഹിച്ചു, കൊല്ലാൻ വരെ നോക്കി. എന്നിട്ട് പോലും ചേച്ചി തന്നെ രക്ഷിച്ചിരിക്കുന്നു. രോഹിത് അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് അലീന പറഞ്ഞപ്പോൾ രോഹിത് പേടിച്ചു. വേണ്ട ചേച്ചി, നാട്ടുകാരെല്ലാവരും എന്നെ കൊന്നു തിന്നും. പണം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് എല്ലാവരും കരുതിയുള്ളൂ. അലീന അവന് ധൈര്യം പകർന്നു കൊടുത്തു. നീ വീട്ടിലേക്ക് വായെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് രോഹിതിനെ കൂട്ടിക്കൊണ്ടു വന്നു. ബാലചന്ദ്രൻ അലീനയോട് നന്ദി പറഞ്ഞു. മോൾ അവനെ സഹോദരനെ പോലെ കണ്ടല്ലോ. അലീന പറയുന്നുണ്ട്, അവൻ എൻ്റെ അനുജനല്ലേ അച്ഛാ, അവനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. തെറ്റ് ചെയ്യാത്തവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയും. അതിനുശേഷം ബാലചന്ദ്രൻ വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. രോഹിത് കുറ്റവിമുക്തനായ കാര്യം പറഞ്ഞു. വൈജയന്തിക്ക് സന്തോഷമായെങ്കിലും അലീനയാണ് രക്ഷിച്ചത് എന്ന് കേട്ടപ്പോൾ വീണ്ടും അങ്ങ് കലിപ്പിലായി. അതെല്ലാം ആ പെൺകുട്ടി മൊഴി മാറ്റിയത് കൊണ്ടല്ലേ എന്ന് അവൾ ചോദിച്ചു. പക്ഷേ ബാലചന്ദ്രൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു. രോഹിതും അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, അലീന ചേച്ചിയാണ് എന്നെ രക്ഷിച്ചത്. എന്നാൽ അലീന ചേച്ചി എന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ വൈജയന്തിക്ക് അത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബബിതയും പറഞ്ഞു, അലീന ഒരു പാവമാണമ്മേ, അവൾക്കൊരു ഗുണവുമില്ലാതെയാണ് നമുക്ക് വേണ്ടിയിട്ട് അവൾ ഇത്രമാത്രം ത്യാഗം ചെയ്തിരിക്കുന്നത്. വൈജയന്തിയുടെ കണ്ണ് നിറഞ്ഞുവെങ്കിലും അവർ അത് പുറത്തൊന്നും കാണിച്ചില്ല. ഡോക്ടർ വന്ന് വൈജയന്തിയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. വൈജയന്തി കമലമ്മയെ വിളിച്ചപ്പോൾ കമല ദേഷ്യപ്പെട്ടങ്ങ് ഫോൺ കട്ടിയാണ് ചെയ്തത്. ബാലചന്ദ്രൻ അലീനയോട് തിരികെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞുവെങ്കിലും അവൾ അലീനയുള്ള വീട്ടിലേക്ക് വരില്ല എന്ന് തന്നെ വാശി പിടിച്ചു. രോഹിത് പറയുന്നുണ്ട്, അമ്മേ, ഇനിയെങ്കിലും അലീന ചേച്ചിയോടുള്ള ദേഷ്യം മാറ്റിവെക്കണം. വൈജയന്തി പുച്ഛത്തോട് അലീനയുടെ മുന്നിൽ നിന്ന് കൈ കൂപ്പിക്കൊണ്ട് തന്നെ നന്ദി പറയുന്നുണ്ട്. നന്ദി, എൻ്റെ മകനെ രക്ഷിച്ചതിന് നന്ദി. തൃപ്തിയായല്ലോ? അലീന പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ നന്ദിയൊന്നും വേണ്ട, ഞാൻ ചെയ്തത് രോഹിത്തിന് വേണ്ടിയിട്ടാണ്. രോഹിത് പറയുന്നുണ്ട്, അമ്മേ, ഉള്ളിൽ സ്നേഹമില്ലാതെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അലീന ചേച്ചി ഇല്ലാത്ത വീട്ടിലേക്ക് ഏതായാലും ഞാനുമില്ല. അങ്ങനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വൈജയന്തി ഇറങ്ങുന്ന സമയത്തിന് വൈജയന്തിയുടെ ഉള്ളിൽ വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. അലീനയോടുള്ള ദേഷ്യവും അതേസമയം അവൾ തൻ്റെ മകന് വേണ്ടി ചെയ്ത ആ ഒരു ത്യാഗവും അവരുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവർ ഒന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് എത്തിയപ്പോൾ അലീന അവിടെ എല്ലാവർക്കും വേണ്ടി ചായയും പലഹാരങ്ങളുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി അകത്തേക്ക് കയറാൻ തന്നെ മടിച്ചു നിന്നു. രോഹിത് പതുക്കെ അമ്മയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, അമ്മേ, ഈ വീട് പഴയതുപോലെ ആവണം. അലീന ചേച്ചി ഇനി ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയും. അങ്ങനെ ആ രാത്രി വീട്ടിൽ വലിയൊരു ചർച്ച തന്നെ നടന്നു. അലീന തൻ്റെ മുറിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ ദൗത്യം കഴിഞ്ഞുവെന്നും വൈജയന്തി മാഡത്തിന് തന്നെ അവിടെ കാണുന്നത് ഇഷ്ടമല്ല എന്നും അവൾക്കറിയാമായിരുന്നു. എന്നാൽ ബാലചന്ദ്രൻ അവളുടെ മുറിയിലേക്ക് എത്തി പറഞ്ഞു, മോളെ, നീ ഈ വീടിൻ്റെ ഐശ്വര്യമാണ്. നീ ഒരിക്കലും ഇവിടെ വിട്ടു പോവരുത്. വൈജയന്തി വാതിൽക്കൽ വന്ന് എല്ലാം തന്നെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അലീന വിനയത്തോടെ പറഞ്ഞു, അച്ഛാ, കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇനി എൻ്റെ സാന്നിധ്യം ഏതായാലും ഇവിടെ ഇല്ല. ഞാൻ കാരണം ഒരിക്കലും ഇവിടെ ഒരു പ്രശ്നങ്ങളുണ്ടാവാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ അലീന പോകാൻ വേണ്ടിയിട്ട് മുറ്റം വരെ എത്തിയപ്പോൾ വൈജയന്തി പിന്നിൽ നിന്നും വിളിച്ചു, അലീനെ, നിക്ക്. എല്ലാവരും അത്ഭുതപ്പെട്ടു. വൈജയന്തി അടുത്തേക്ക് വന്ന് വിറക്കുന്ന സ്വരത്തിൽ തന്നെ അലീനയോട് പറഞ്ഞിരുന്നത്, എനിക്ക് നിന്നോട് നന്ദി പറയാനൊന്നും അറിയില്ല. പക്ഷേ നിന്നെ ഞാൻ ഒരുപാടധികം ദ്രോഹിച്ചു.
നീ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. ഈ അമ്മക്ക് നീ മാപ്പ് തരണം. വൈജയന്തി അലീനെ കെട്ടിപ്പിടിച്ചുകൊണ്ടതിനെ പൊട്ടിക്കരയാണ്. ആ നിമിഷം തന്നെ ആ വീട്ടിലെ എല്ലാ പകയും വിദ്വേഷവും കണ്ണീരിലങ്ങ് കഴുകിപ്പോയി. പിന്നീടുള്ള ദിവസങ്ങൾ ആ വീട്ടിൽ സന്തോഷത്തിൻ്റെതായിരുന്നു. രോഹിത് തൻ്റെ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അലീനയും ബബിതയും സഹോദരിമാരെ പോലെ തന്നെ കഴിഞ്ഞു. എന്നാൽ കമലയും ശിവശങ്കരമേനോനും ഹരിയെ പുറത്താക്കാനായി പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. അവർ അലീനയ്ക്കെതിരെ പുതിയൊരു കെണിയൊരുക്കി. ഹരിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവർ അലീനയ്ക്കെതിരെ പുതിയൊരു കെണിയൊരുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി എന്തായിരിക്കും അലീന നേരിടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.